അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനത്തെ ഇപ്പം നെഞ്ചുവേദന ഇല്ലാതെ മറ്റ് വേദനകൾ എവിടെയെങ്കിലും അസ്വസ്ഥതകൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് പലപ്പോഴും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മളത് ഗ്യാസാണ് അല്ലെങ്കിൽ കഴിച്ച ഭക്ഷണത്തെ കുറ്റപ്പെടുത്തി അത് കഴിച്ച ഭക്ഷണം ശരിയാവാത്ത കൊണ്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മളത് തള്ളിക്കളയാറുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇത് ഇപ്പം ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ വേദനയോ ഈ അസ്വസ്ഥതയൊക്കെ വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ഇത് ഹൃദ്രോഗം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൽ ചില ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അതിൽ കൂടുതലായിട്ടും നമ്മുടെ ഹൃദയമിടിപ്പിലെ വ്യതിയാനങ്ങൾ വരാം, വ്യത്യാസങ്ങൾ വരാം, BP കുറയാം, പെട്ടെന്ന് ഹൃദയസ്തംഭനം തന്നെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ഇതിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെ എന്തെങ്കിലും ഒരു സിംറ്റംസ് നമ്മൾ കാണുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലാ അങ്ങാടികളിലും ക്ലിനിക്കുകളും ഡോക്ടർമാരും ഒക്കെ അവൈലബിൾ ആണ് നമ്മുടെ നാട്ടുകളിൽ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു തൊട്ടടുത്തുള്ള ക്ലിനിക്കിൽ പോയി നമ്മൾ ഹൃദയ സംബന്ധമായിട്ടുള്ള പരിശോധനകളായിട്ടുള്ള ഒരു ECG എടുക്കാം, അവിടുത്തെ ഡോക്ടറെ കാണിക്കാം, ഡോക്ടറെ വിദഗ്ധമായിട്ടുള്ള ഒരു അഭിപ്രായം തേടാം. അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടാണോ എന്ന് തിരിച്ചറിയുന്നതിനുള്ള രക്തപരിശോധനകളുണ്ട്. അതും ഇന്ന് കോമൺ ആയിട്ട് സുലഭമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളാണ്. അപ്പം ഇങ്ങനെ ECGയും ബ്ലഡ് ടെസ്റ്റുകളും പരിശോധനകളും നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടാണോ, അതല്ല ഇത് ഗ്യാസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടാണോ, അതോ മറ്റു വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടാണോ എന്ന് കൃത്യമായി വേർതിരിച്ചറിയാനാണ്.